പിസ്റ്റൺ കേക്കുണ്ടോ? 777 കണ്ടിട്ടുണ്ടോ? ഹലോ, കേക്കുണ്ടോ? പുളി കേക്കുണ്ട്. ആ പുളീന്റെ സൗണ്ട് ഒന്നും ഇങ്ങനെ സൗണ്ട് ഒക്കെ പോയി. ഇതാട്ടോ അടിപൊളി സൗണ്ട് പുളിയെ. എന്റെ മറ്റേ സൗണ്ടിനെക്കാട്ടും അടിപൊളിക്കാ. പുളി സാർക്ക് ആ ഇതിലായി പോവല്ലേ. ഇനിയിപ്പോ റൂമിന് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞേ. വലിയ കുറച്ച് ദിവസത്തെ പ്ലെയർ ഉണ്ടാവുള്ളൂ. പയ്യടെ നായേ ചത്തക്കണ് തുമ്മി പണ്ടാരടങ്ങിയ. എടാ നല്ല ഡിലേ ഉണ്ടാവും പൊട്ടാ. അല്ലെങ്കിൽ ഒരു ലൈവ് ലിങ്ക് ഒന്നും ഇടൂല. ഞാനോ എന്തിന് കള്ളനാന്നുള്ളത്. എന്നാലും കള്ളനാണോ? ആ ബെസ്റ്റ് കള്ളന്. എടാ ഇതിൽ എനിക്കൊരു അറിയുന്ന 2 എങ്ങായിമാരുണ്ട്, പിസ്റ്റണും ക്രാറ്റോസും. പിസ്റ്റണും ക്രാറ്റോസും. പിസ്റ്റൺ അടിപൊളി കളിയാ. ഓന്റെ കേടി എത്ര അറിയാം? 9.40 ഓന്റെ കേടി. ഞാൻ എനിക്ക് അറിയുന്നവനെ കണ്ടപ്പോ ഞാൻ നോക്കിയതാ. ക്രാറ്റോസിനെ ഞാൻ കണ്ടു. ക്രാറ്റോസിന്റെ ഒപ്പം ഞാൻ കളിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. ക്രാറ്റോസ് ഓനും 8.5. അതാണ് എന്റെ ഹൈലൈറ്റ്. ആരുടെ 4-ാം നമ്പർ? ഈ നാറി പോലത്തോ ഞാനാ കയറിയ ഫസ്റ്റ് അവിടെ. നമ്മളൊന്നും നന്നാവാത്ത നമ്മളെ കളിയൊക്കെ ഇങ്ങനെ ഗതിടിക്കാൻ വെറുതെ അല്ല. വണ്ടി എടുത്തു പോവാ. ഞാൻ പൊളി മറ്റേ കൂട്ടുപൊളിയാ. എടാ ആ മണ്ടന്മാരെ പോയി അടിക്കാനും വെക്കുന്നാല്. എടാ ഓരടുത്ത് വിടറാ. നിന്റെ കണ്ണുണ്ടോ പൊട്ടാ? അല്ല വേണ്ട. റിസ്ക് എടുക്കണ്ട. ഇവിടെ ഒരു നമ്മള് പെട്ടിട്ടടാ. ഇതിനുള്ളിൽ കയറി അടച്ചിട്ടാണ്, വേറൊന്നുമില്ല. ഇതിനൊന്നും ചെയ്യാനൊന്നുമില്ല. ഒരു പൂട്ടും താക്കോലും വാങ്ങ് കുറ്റിട്ടാണ്. എടത് ഏതാ ലൈവ്? ഓന്റെ ലൈവിന്റെ പേരെന്താ? എടാ ഇങ്ങോട്ട് വാട്ടോ. സ്പേരോ അനക്ക് നമ്മ ഒറ്റയ്ക്ക് അടി വാങ്ങാൻ ഒരു പേടിയില്ലേ? അല്ല ഇന്നെ പൊളിച്ച് എടാ ഒറ്റയ്ക്ക് തിരിച്ചടിക്കാനാണ് കമ്പനി പറഞ്ഞത്. ഇന്നൊക്കെ സോൾ കളിച്ചാ പോലെ. എന്താണ് എന്നാ വേണം പറയാ. ഞാൻ പുളിയെ അന്ന ഒറ്റയ്ക്ക് ഇട്ട് പോകുന്ന എനിക്ക് തോന്നണ്ടാ. അയ്യേ 176 മീറ്റർ അപ്പുറമാണല്ലോ ഈ 172. ഇവിടെ ഇറങ്ങി വണ്ടി എടുക്ക്. ഇവരേതോ കേരള പൊട്ടാ. പുളിയെ ഓരോ എത്രയാണ്ട കോൺകറർ ലോബി വരെയുണ്ടത്. അമ്മക്ക് എന്ത് കോൺകറർ വന്ന് നിങ്ങള് നേരിട്ട് ആളെത്തി മിണ്ടല്ലേ.
പോയിക്കോട്ടെ പോയിക്കോട്ടെ പോയിക്കോട്ടെ. പോയിക്കോട്ടെ. അതിനിപ്പോ ഇവരെ കണ്ടടാ. അയ്യോ എടാ പൊട്ട മറ്റേ വെച്ചടിക്കടാ. തീർന്ന്. അയ്യോ എന്റെ പുളി ഇപ്പൊ ഇമ്മളി കാശല്ലോ. നായേ ഊമ്പി ഞാൻ വണ്ടി ഓട്ടിയാതി ഇനി എന്റെ ഒരു കണ്ണുണ്ട് ഇനി അടുത്തോനെ ഊമ്പി. എടാ എന്റെ പവർ ബട്ടൺ അമർന്നു എടാ. അയ്യോ പവർ ബട്ടൺ അമർന്നു. ഞാൻ അടിക്കാൻ മാക്സിമം സർവൈവ് ചെയ്ത് കളിട്ടോ. ഈ ബോട്ടെടുത്ത് എങ്ങോട്ട് പോകാൻ പോവാ? ആ ബോട്ടെടുത്ത് വിട്ടോ. ബോട്ടെടുത്ത് നോവേലെ വിട്ടോ. ഒരു സീനില്ല. ഇവൻ ഈ ഊസി എടുത്ത് തുപ്പുന്നേരം ഞാൻ വണ്ടി ഓട്ടിയാ മണ്ണന്മാരെ നേരിട്ട് ഇന്റെ അടുത്ത് നമ്മുടെ അടുത്ത് കുത്തിച്ചാ കുത്തിക്ക സമയം വേണ്ടേ? നിങ്ങളടുത്തേക്ക് വരുമ്പോഴാണ് നിങ്ങളെ ഭാഗത്തുനിന്ന് ആള് വരുന്നത്. ഞങ്ങൾ ഒരു ഭാഗത്ത് രക്ഷപ്പെട്ടു. നമ്മളൊക്കെ എത്ര സെന്റിമീറ്റർ റെഡി ആക്കിയിട്ട് കാണിച്ചോ. ഇത്രേ ഉള്ളു ഞങ്ങളെ ബുദ്ധിയും. നമുക്കൊരു 4 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് അടുത്ത ടീമിനെ ഇറക്കാം. അപ്പൊ പുള്ളിയെ ബോട്ടില് നല്ല യാത്ര കേട്ടോ. മെല്ലെ പോയാ മതി. സീനൊന്നുമില്ല. ഫസ്റ്റ് സോണൊന്നും വെച്ചിട്ടില്ല. അല്ല പുള്ളിയെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് മുതലാളി ജംഗ ജഗ ജഗ. ഈ ബൂസ്റ്റ് ചെയ്യണ്ടോ? ബൂസ്റ്റ് ചെയ്യണ്ടേ? പുള്ളിയെ ഒന്ന് വേഗം സോൺ കയറാൻ കിട്ടോ. ഈ ഒന്ന് കാമേഷ്ക്ക് ഒന്ന് മാർക്കണ്ട. കാമേഷ്കിലേക്ക് ഒന്നും പോണ്ട. ചുറ്റിക്കോ. അയ്യയ്യയ്യേ എന്റെ പഴയ ക്ലാൻറ്റോരുണ്ട്. ഓര് ചെലപ്പോ ആദ്യം ചത്തണ്ട അവിടെ. ഓര് ക്ഷീണങ്ങളാടാ. ഏറ്റവും ലോക്കൽ പ്ലേയേഴ്സാ ഓരെ ഇറക്കിയത്. അപ്പൊ ഒരു നമുക്ക് എന്ത് മനസ്സിലാക്കാൻ അറിയോ? ഇത് ഏറ്റവും ലോക്കൽ റൂമാ. ഇവിടെ കേറല്. അതിനല്ലടാ വണ്ടി എടുത്ത് പോട്ടെ. വണ്ടി എടുത്ത് പോവാ. എടാ വണ്ടി എടുക്കല്ലടാ. സോണ് പോണ്ടേ? ഇത് തന്നെ പോടാ. എടാ ഈ സോണൊന്നും സീനില്ല. ഈ ബോട്ടിൽ തന്നെ വിട്ടോ. വണ്ടി എടുത്ത് പോകുമ്പോഴാണ് സീൻ വരിക. അതിപ്പോ കരയെ കേറും. ഊമ്പി ഇവനൊക്കെ പറയണ്ട്. പറക്ക പുളി അടിച്ചിട്ടു. എന്നെ അടിക്കാന്നായില്ല. ഈ ബീച്ച് കൂടെ തന്നെ പോയിട്ടെ എടാ ഈ ജീപ്പ് എടുക്ക്. ആ ബീച്ച് കൂടെ തന്നെ പോയിട്ട് ഏതാ ബോട്ട് ഉണ്ടോക്ക്. ബീച്ച് പറന്നിട്ട് നമുക്ക് ബീച്ചിൽ കൂടെ പോവാ. എങ്ങോട്ടാ കുത്തനെ പോണേ? ഒന്ന് താത്ത്. കുത്തനെ മറിയണം മണ്ട. ഓടിക്കാൻ അറിയാതെ ഓരോരോ മണ്ട. എടാ കമേഷ്ക്ക് ഇവിടെ കാലുണ്ട് അവിടെ പുളിയെ. നമ്മള് ഹൈറ്റിലല്ലേ പോണേ. അപ്പൊ അവർക്ക് മനസ്സിലാവില്ല. ആളെ ഇറങ്ങാണ്ട്. ഇന്റെ പുളിയെ അന്നെ കൊണ്ടത് പറ്റൂലത്. എന്നോട് ഞാൻ മര്യാദ അറിയില്ല. ആ ജീപ്പ് എടുത്ത് പോയിക്കോത്. ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഇപ്പൊ എന്റെ പേര് GXP എന്നല്ലാത്തോണ്ട് നാണം കെടുത്തൂല. ഓ 3 ആൾക്കാര് പാതി വീണിട്ടാണ് ഇന്ന പറയുന്നത്. ഈ രക്ഷപ്പെട്ടോണ്ടല്ലോ ഓടി അവിടുന്നിട്ട്. ഞങ്ങൾ മോനെ വണ്ടി എടുക്കാൻ പോയിട്ടാണ് പെട്ടുപോയത്. ആ പണ്ടാരം പിടിക്കാൻ മോൺസ്റ്റർ ട്രക്ക് പോയി. പറന്നുണ്ടാവേനി ഞാൻ.
എക്കോമാൻ ഇവിടെ നടന്ന ഒന്നും അറിഞ്ഞിട്ടില്ല. അവൻ നടക്കുകയാണ്. അവൻ ഇറാങ്ങലിലൂടെ പരതുകയാണ്. വിഷയം വയറ്റടക്കുന്നിടത്തേക്ക് ആ പുളി പോണേ. വണ്ടി ഓടി എത്രാമത്തെ വണ്ടിയായി കൊണ്ട് കളയുന്നത്. ഒരു ബോട്ട് കളഞ്ഞു, ഒരു വിമാനം കളഞ്ഞു. എന്താ അവനെ പറയാ. എടാ യാസ്നേന്റെ അവിടേക്കാ പോകുന്നത്. ബോധമുണ്ടോ? ഞാൻ പറഞ്ഞ ആ വഴിക്ക് പോയി. ഓ മാർക്ക് ചെയ്ത പച്ച സ്ഥലം കണ്ടോ ഇപ്പൊ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആരാണ്ട ഇംഗ്ലീഷിലൊക്കെയാ കമന്ററി അറിയുന്നത്? എന്നെ പറഞ്ഞല്ലോ. കോമാന് വണ്ടി പോലും ഓടിക്കാൻ അറിയില്ല. ഞാൻ പോയി ലൈവ് കമന്റ് പിന്നെ ഞാൻ നാളെ പേര് മാറ്റും. എക്കോ വുമണാക്കും. എനക്ക് പടിയിട്ടും പുളിയെ. അതൊക്കെ അത്രയുള്ളു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരട്ടായിരുന്നു. പവർ കുറച്ച് മോട്ടിവേഷൻ കമന്റ്സ് ഒക്കെ വരട്ടായിരുന്നില്ലേ പുള്ളിയെ? നിങ്ങൾ ടീം തന്നെ ചെയ്യണം. പറയില്ലേ പോവാൻ പറഞ്ഞതിലൂടെ ഒന്നും പോവാണ്ടേ. ഞാനൊരു കാര്യം പറയട്ടെ. എടാ ടീം അതാ പോണാ പൊട്ടാ. കണ്ട് ഇവൻ ഏതാടാ? ഇവനോട് പറയാ അച്ചടി ഭാഷയിലൊന്നും വേണ്ടാന്ന്. ലോക്കൽ മതിയത്. ആദ്യം ചത്തിട്ട് ഫസ്റ്റ് സ്ക്രീൻസിന്റെ അവസ്ഥ തന്നെ. എനിക്ക് വെറുതെ ബാക്കിയുള്ള പ്ലേയേഴ്സിനും കൂടിയേ ഇത് ഉണ്ടായി കൊടുക്കല്ലേ. ഓരറിയും നിങ്ങൾ ആദ്യം പോയി ചത്തില്ലേ, പിന്നെ നമുക്ക് എന്താന്ന്. എടാ എന്റെ ലൈഫ് പോന്നടാ പറയൂ. പിന്നെ എന്നോട് ഞാൻ ഇതുകൊണ്ടല്ലേ പറഞ്ഞിനി ആ മൂലക്കൽ കൂടെ പോയിണ്ട്. ഇപ്പൊ നമുക്ക് ആ ലിപ്പോക്കൻ അവിടെയൊക്കെ സോൺ കിട്ടൂലേനിയോ. കടലിൽ കിടന്നിട്ട് തന്നെ കൊറേ സർവൈവ് ചെയ്യാൻ. ഒരു വണ്ടിയും ഇല്ല ഇവിടെ. ഇവിടെയൊക്കെ ടീമുള്ള സ്ഥലാടാ പുളി. ആദ്യം വണ്ടി ഇനി വേണോ? സ്ക്രിംസ് അല്ലേ. ആദ്യം ഇത് കൊടുത്താ മതി. ഇത്ര നേരായി ഓടാൻ തുടങ്ങിട്ട്. കൈ നീ കാണിച്ചു തന്നാല്. കൊരങ്ങനാണ് കൈ വെച്ചോടെ. അടിയതാ മുമ്പില്. നമുക്ക് ഇങ്ങനെ ഓടാം. എല്ലായിടത്തും അടിയാകുമ്പോ ഒരു തീരുമാനമായത്. ഞാൻ സോണ് പെട്ട് ചാവില്ലെങ്കില് അത്രേ ഉള്ളൂ. ഈ ഒന്ന് തൊള്ള ഉറക്കണ്ട. പുള്ളി ഒരു വണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ആ കടലിന്റെ സ്ഥലത്തേക്ക് പോട്ടോ, ബീച്ച് ഏരിയയിലേക്ക് വെക്കോ. ഓ റൈറ്റിലൊക്കെ അടിയോടെ അടിയാ. ഇസാക്കാണ് അടിച്ചോണ്ടിരിക്കുന്നത്. പുള്ളി മൈൻഡേ കൊടുക്കണ്ട കേട്ടോ ആ സോണ്. അതവിടെ സ്മോക്കൊക്കെ ഇതെല്ലാം അടി അവിടെ അടിക്കുന്നു. ഓരെന്തായിക്കോട്ടെ ഒന്നും കണ്ടില്ല. കുറച്ചും കൂടി ലെഫ്റ്റ് ചേർന്ന് ഓടിക്കോ. ഞാൻ ഗാന്ധിജീന്റെ പാത പിന്തുടരുന്ന ആളാ.
എനിക്കൊന്നും അറിയണ്ട. യാസ്നെന്നുള്ളവര് വരും, ഗാന്ധിജിന്റെ പാത കാണിച്ചു തരും എനക്ക്. രണ്ട് മുഖവും രണ്ട് കുണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഗാന്ധിജിന്റെ കാര്യം പറയുമ്പോഴാണ് അണ്ടി ഇന്റെ കാര്യം പറയുന്നത്. ആദ്യം മൂടും കുത്തി വീണുണ്ട് അണ്ടി. അവന്റെ ഉസി എടുത്താലേ അവൻ ഓർമ്മ ഉള്ളൂ. ഓനോട് ഞാൻ അടിക്കടാന്ന് പറഞ്ഞപ്പോഴോ അവൻ ഉസി എടുക്കുന്നത്. ഉസി എടുത്തപ്പോ തന്നെ രണ്ടുണ്ടാവോലും പോയില്ല ഉസിന്ന്. മൂടും കുത്തി വീണ്. ഞാൻ എവിടുന്ന് എന്തായാലും ലൂട്ടടിക്കട്ടെ. ഇവിടൊക്കെ കേറി തപ്പിക്കണ പോയതാ. ആണുങ്ങൾ ആദ്യമേ കൊണ്ടുപോയി ഇതൊക്കെ. ഇവിടെയൊക്കെ ചിലപ്പോ ക്യാമ്പ് ചെയ്തിരിക്കുന്നുണ്ടാവും, സോണൊക്കെ മാറിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ട്. നോക്കിയും കൊണ്ടൊക്കെ കേറിക്കോ. ഒരു കില്ലെങ്കിൽ ഒരു കില്ല് കിട്ടിയ അതുമായി. ചിലപ്പോ നെറ്റ് പോയവനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ എക്കോമാൻ തന്നെ ലൈവില് പുളി എന്തെങ്കിലും ലൈഫ് എന്താ എടുത്ത് വെച്ചിട്ടോ. ഞാൻ അടുത്ത സോണും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് നല്ലതാവോ. എടാ ലൈഫ് ഇല്ലടാ, എന്ത് ചെയ്യൂ? തപ്പിയോട് എന്തെങ്കിലും തപ്പിയോട്. ഞാൻ ഓടിയിട്ട് കാര്യമൊന്നുമില്ലടാ. ഈ ഒന്ന് ചെലക്കാൻ നിന്നാ മതി. ഓൻ കേടിയൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ മൊയന്തായി പോട്ടോ, വെറുതെ വേണ്ട. എന്താ എടാ അതാ ബഗ്ഗിയതാ കിട്ടി മോനെ. എങ്ങോട്ടാ പോണ്ടേ അഖിലേഷേ? ഈ ഒരു ഏരിയ പിടിക്കാൻ പറ്റണ സുഖ. ഈ ബീച്ചിന്റെ ഈ റിഡ്ജിലിട്ട് കളിച്ചാൽ മതി. എന്നിട്ട് അവിടുന്ന് മെല്ലെ മെല്ലെ കേറി വന്നാൽ മതി. അവിടെ എത്താം. പക്ഷെ അവിടെ എത്താൻ നല്ല ടഫ് ആയിരിക്കും. മുമ്പിൽ അതൊരു വണ്ടി ഉണ്ടല്ലോ. മുമ്പിലെ കോമ്പൗണ്ടിൽ ആളുണ്ട് തോന്നുന്നു. ഈ ചുറ്റിക്കോ എന്തായാലും ഈ അറ്റത്ത് കൂടെ ചുറ്റിക്കോ. കോമ്പൗണ്ടിൽ ആളുണ്ട് തോന്നുന്നു. ലെഫ്റ്റ് കൂടെ ഈ മാൻഷന്റെ ഇല്ല. പ്രിസണില് പോയില്ല. അപ്പുറത്ത് കൂടെ പോവാലോ. പ്രിസണിന്റെ മല കയറി പോയിക്കൂടെ? റൈറ്റ് കൂടെ പോടാ. എടാ പ്രിസണിന്റെ മുമ്പ് കൂടെ പോണ്ട. എടാ ഇതിൽ ആളുണ്ടോ അവിടെ പ്രിസണില്? സോണിന്റെ തറ്റത്ത് കൂടെ പോയിക്കോ. ഏറ്റവും വലിയ വിറ്റ് എന്താ അറിയോ? എന്റെ ലൈഫില്ല. ഈ ലൈഫൊക്കെ എന്താ ചെയ്യാ? ഇവിടെ ആളുണ്ടാവും കേട്ടോ. ഈ ഇങ്ങനെ പോകണ്ട, ഇതിലെ ഓപ്പണിലൂടെ പോകണ്ട. ഫോണ് മാറി ഇതല്ലോ. ഇതൊരു കാര്യം ചെയ്യും, മിൽട്ടയിൽ പോയിട്ട് ഏതെങ്കിലും നല്ലൊരു വീട് പിടിക്കാൻ പറ്റുമോ? ഇവിടെ എവിടെയെങ്കിലും ആളുണ്ടോ അവിടെ? ഈ പൊട്ടൊന്ന് നോക്കി പറയാൻ പറയും ഇവനോട്. ഇപ്പൊ സ്ട്രീം സ്നൈപ്പ് ചെയ്യില്ല എന്തായാലും. പൊട്ടാ ഹലോ രസോക്കല്ലേ. പിന്നെ എവിടെയാ പോവാ? ഇപ്പൊ തൽക്കാലം ഇവിടെ വന്നോ. ഇതില് കവറിലിട്ടെന്നോ. അയ്യോ അറിയില്ല. ബാൻഡേജ് പോലും ഇല്ലടാ അവിടെ. പട്ടി ഇത് ഈ ഇങ്ങനത്തെ റൂമിലൊന്നും മെഡിസിൻ ഒന്നും അധികം ഉണ്ടാവില്ല. ഉണ്ടാവും, മെഡിസിൻ ഒക്കെ ഉണ്ടാവും. ലൂട്ട് അടിക്കാണ്ടാ. ഇല്ലല്ലോ അവിടെ. ഈ വണ്ടി എടുക്കാണ്ട പോലെ വണ്ടി ആവശ്യം വരും. പുളി ഈ കോമ്പൗണ്ട് പിടിക്കാൻ പറ്റുമോ? ഈ കോമ്പൗണ്ടിൽ ആളുണ്ടോ നോക്ക്. എടാ ഈ കോമ്പൗണ്ടിൽ ആളില്ലല്ലോ. എവിടെ? എന്റെ ലെഫ്റ്റ്, എന്റെ ബാക്കിലെടാ. ബാക്കില് കുറച്ചും കൂടി ഞാൻ മാർക്ക് ചെയ്ത്. അവിടെ ആ കോമ്പൗണ്ട്. ആള് പുളി ആള്. അവിടെ ആള് വന്നു. ഈ ആ വാച്ച് ടവർ പോയി നോക്ക്. അവിടെ എന്താ അവസ്ഥ? അവിടെ 2-3 വീടുണ്ടല്ലോ.
ഇവിടെ ഇട്ടോ, ഇവിടെ ഇട്ടോ. എടാ എന്റെ കൈയൊക്കെ വേർക്കുന്നു മയില്. അത് മേടിച്ചിട്ടില്ല. വല്ല ബാൻഡേജ് എന്തെങ്കിലും കിട്ടുമോ? ഹീൽ ചെയ്യണ്ടോ നീ? ലൈഫ് പോകണ്ടേ? ഇവിടെ ഒന്നും ലൂട്ട് ഉണ്ടാവില്ലടാ. ഭാഗ്യം ഉണ്ടാ തന്നെ നടത്തും. ഉണ്ടെങ്കിലും മിണ്ടാക്ക അവയെ പോയിക്കോട്ടെ. ഭാഗ്യം ഉണ്ടാ എന്തായാലും അടിക്കാൻ നിക്കടോ. ഒരു ഭാഗ്യം ആയതുകൊണ്ട് ഒരാളെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ രണ്ടാളൊക്കെ വരുന്നുണ്ടോ അവിടെ ബഗ്ഗിയിലൊക്കെ? ഇല്ലടാ, റൂമിലൊന്നും ആരും ബഗ്ഗിയിൽ രണ്ടാളെ വരില്ല. കിട്ടി, ആന കിട്ടി. ഈ സോണില് കേറിക്ക്, സോണ് മാറിയിട്ട് സോണിന്റെ അറ്റത്ത് അടുത്തേ കയറാം. തറ്റത്ത് കയറി മെല്ലെ മെല്ലെ കയറാം. അല്ല ബഗ്ഗി എടുത്തൂടെ ഞങ്ങക്ക്? അല്ല ബഗ്ഗി എടുക്കാം, അത് പ്രശ്നമില്ല, അത് അവിടെ പോയി എടുക്കാം. വണ്ടി ഈ വണ്ടി ഇവിടെ ഇല്ലല്ലോ നേരത്തെ. ഉണ്ടാവടാ, ഈ വണ്ടി ഇവിടെ ഇല്ലല്ലോ. ഉണ്ടാവുമ്പോൾ കാണാനായിട്ടായി. വണ്ടി ഉണ്ടോ? ഓ വീട്ടിന്റെ പുറത്തു കൂടിയാ വണ്ടി പോയേ. ഞാൻ വിചാരിച്ചു ഇതിന്റെ ഉള്ളിൽ കൂടിയാന്ന് പേടിച്ച്. അവിടെ ഇരുന്നോ പുള്ളിയ. അവിടെ വേണ്ട കുടുങ്ങി തോന്നുന്നു. മൂഞ്ചി മൂഞ്ചി ചാടി 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 പോയിക്കോ. രക്ഷപ്പെട്ട്. ഇതൊരുമാതിരി പെടുമരനായി പോവേനെ. പുള്ളി ഇനി അടുത്ത സോണിന്റെ തറ്റം പിടിക്കട്ടോ. എവിടെങ്കിലും സോണിന്റെ തറ്റത്ത് കിട്ടിയതേ ചേട്ടാ. തറ്റം പിടിക്കാനല്ലേ ചേർന്നത്? ഇവിടെയും കൂടി ലൂട്ട് അടിച്ചു നോക്ക്. ഇവിടെയും കൂടി എന്താ കിട്ടോക്ക്. 59 ലൂട്ടൊന്നുമില്ല, ലൂട്ടൊക്കെ അടിക്കും എന്തായാലും. എടാ കൊറേ ഉണ്ട കേറുണ്ട്, എന്താ അണ്ടിക്കാണോ? അത് അടി അതവിടെ നോട്ടാ. അവിടെ അടിയൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ. വണ്ടി ഇല്ല ആള് പോവുള്ളൂ. അടിക്കണ്ടോ? ഒരടിക്കണ്ടേ? ഒരു പോട്ടെ. അട്ടാ എന്താ അത്? 15 സ്ഥാനത്തെത്തിണ്ടാ. നമ്മള് 15 എത്തി. 15 ഉണ്ട് എന്തായാലും. പൊസിഷൻ 15 ആട്ടോ നമ്മളത്. പൊസിഷൻ 15 എത്തിച്ചില്ല. പുളി പൊസിഷൻ 15 എത്തിച്ചോ? അത് ഓക്കെ. പൊസിഷൻ പറഞ്ഞു കേട്ട ഇനിയിപ്പൊ എങ്ങാനും പോയിന്റ് എങ്ങാനും ഇല്ലെങ്കിൽ തലക്കടിഞ്ഞ. എന്തായാലും പൊസിഷനനുസരിച്ചിട്ട് ആവണല്ലോ എത്തുന്നത്. ഇപ്പൊ കില്ലൊക്കെ ഉണ്ടെങ്കിലാണ് സീൻ. കുറെ ഇമ്പളക്കാട് മുമ്പ്